സ്വപ്നങ്ങൾക്കപ്പുറം ഒരു ലോകമുണ്ടെന്ന തിരിച്ചറിവാണ് ഓരോ സഞ്ചാരിയുടെയും യാത്രയുടെ തുടക്കം. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കാഴ്ചകളും യാത്രകളും ആഘോഷമാക്കിയ ഒരു സഞ്ചാരി ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. തടസ്സങ്ങളില്ലാതെയല്ല ലോകത്തൊന്നും സംഭവിക്കുന്നത്. ആ തടസ്സം വരുന്നിടത്ത് വെച്ച് പണി നിർത്തിപ്പോകുന്നവനെ ഒന്നും ചരിത്രം ഓർക്കാറില്ല. ആ തടസ്സത്തെ അതിജീവിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്തി മുമ്പോട്ട് പോയവരൊക്കെയാണ് ഓർക്കുക ആളുകൾ. ഇപ്പോൾ സഞ്ചാരത്തിനകത്തെ ഒരു എപ്പിസോഡിനകത്തെ സ്ക്രിപ്റ്റിൽ പോലും ഒരു ചെറിയ തെറ്റ് വരുമ്പോൾ തന്നെ ഞാൻ അസ്വസ്ഥനാവും. കാരണം ഞാൻ പോയി ഷൂട്ട് ചെയ്ത, ഞാൻ കണ്ട ആ സ്ഥലത്തിൻ്റെ ആ വികാരം ഈ സ്ക്രിപ്റ്റിൽ വരണം. ഇപ്പോൾ ജപ്പാനിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ കൊഴുക്കട്ട തിന്നണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ജപ്പാനിൽ കിട്ടുന്ന സ്നാക്കാ കഴിക്കുക. ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ് എന്ന് ഷേക്സ്പിയർ പറഞ്ഞതുപോലെയാ. വലിയ ഒച്ചയമ്പളമൊക്കെ കാണും, പക്ഷേ അവസാനം കാമ്പൊന്നും ഉണ്ടാവില്ല പലപ്പോഴും വലിയ എക്സ്ട്രോവേർട്ടുകൾക്ക്. ഇൻട്രോവേർട്ടുകൾ അങ്ങനെയല്ല, ആലോചിച്ച് ചിന്തിച്ച് അവരുടെ ലോകത്തിരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത് അത് ഏറ്റവും മികച്ചതാക്കാൻ നിരന്തരം ശ്രമിക്കുന്നവരാണ്. എല്ലാവരും പറയും സർ, വിജയിച്ച എല്ലാവരും ഒരു കംഫർട്ട് സോൺ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകുന്ന. ഈ കംഫർട്ടിൽ ഇരിക്കുമ്പോഴാണല്ലോ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുക. ഞാൻ കംഫർട്ടബിലായിരുന്നില്ല ഒരിക്കലും, ഇപ്പോഴും അല്ല. ഈ നിമിഷവും ഞാനിപ്പോൾ കംഫർട്ടിലല്ല ഇരിക്കുന്നത്. സാർ എന്താ സാർ അങ്ങനെ? ഞാൻ ആയതുകൊണ്ടാണ് സാർ ഒരു കംഫർട്ട് പ്രോബ്ലം. Introducing Lulu Holidays, your one-stop travel partner. Holidays for families, couples, and solo travelers. With Lulu Holidays, it's not just travel, it's an experience to remember. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഞങ്ങളുടെ ഇന്നത്തെ ഇവന്റിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലയാളത്തിന്റെ, കേരളത്തിന്റെ യശസ് ലോകത്തിന് മുന്നിലേക്ക് എത്തിച്ച, മലയാളത്തിന് ഏറെ പ്രിയപ്പെട്ട ആ ലോക സഞ്ചാരിയാണ് മൈൽസ്റ്റോൺ മേക്കേഴ്സിന് വീണ്ടും കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. കാരണം വളരെ എക്സ്ക്ലൂസീവായിട്ട് മാത്രം ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ് ഇന്ന് നമ്മൾ ചെറിഷ് ചെയ്യാൻ പോകുന്നത്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ലുലു ഹോളിഡേയ്സ്, ഞങ്ങളുടെ ഇന്നത്തെ ബിയോണ്ട് ദ മാപ്പ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഇവന്റ് വിത്ത് സന്തോഷ് ജോർജ് കുളങ്ങരയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നല്ലൊരു കൈയടിയോടെ നമുക്ക് തുടങ്ങിയാലോ? ആൻഡ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഇവന്റ് ഇസ് ബീൻ കോ സ്പോൺസർഡ് ബൈ EIG ഓവർസീസ്. ഞങ്ങളുടെ ഇന്നത്തെ വെന്യൂ പാർട്ട്ണർ ജെയിൻ യൂണിവേഴ്സിറ്റി ആൻഡ് ഞങ്ങളുടെ ഇന്നത്തെ ഇവന്റ് പാർട്ട്ണർ ഇസ് ദക്ഷ് ഇവന്റ്സ്. ഇന്നത്തെ ഈ ഒരു ഡേയുടെ സ്പെഷ്യാലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് 30+ ഇയേഴ്സായിട്ട് നമ്മുടെ കൂടുതൽ കാഴ്ചകളിലൂടെ കൂടുതൽ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആ ലോകസഞ്ചാരി ഈ ഒരു വേദിയിലേക്ക് ഒരുപാട് ബഹുമാനത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ദ വിഷണറി ഹിംസെൽഫ് സന്തോഷ് ജോർജ് കുളങ്ങര. Milestone Makers presents Lulu Holidays Beyond the Map, a meet and greet event with Santosh George Kulangara, co-sponsored by EIG Overseas. ഞങ്ങളുടെ വെന്യൂ പാർട്ട്ണർ ജെയിൻ യൂണിവേഴ്സിറ്റി ആൻഡ് ഞങ്ങളുടെ ഇവന്റ് പാർട്ട്ണർ ദക്ഷ് ഇവന്റ്സ്. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യത്തെ ചെറിഷ് ചെയ്തുകൊണ്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഷോയിലേക്ക് ഞങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങര, ഞങ്ങളുടെ സ്വന്തം സന്തോഷ് സർ. സർ, ബീങ് എ ഹോസ്റ്റ് എനിക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഒരു ഭാഗ്യമാണ്. കാരണം രണ്ടാമത്തെ തവണയാണ് മൈൽസ്റ്റോൺ മേക്കേഴ്സിന് വേണ്ടിയിട്ട് സാറുമായിട്ട്, എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഒരു 30+ ഇയേഴ്സിൻ്റെ ഒരു സെലിബ്രേഷനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ കാഴ്ചകൾ കണ്ടു തുടങ്ങിയ, ഇല്ലെങ്കിൽ കാഴ്ചകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയ ഒരു പോയിന്റിൽ തന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരാളാണ് സന്തോഷ് സാറ്. സോ രണ്ടാമത്തെ തവണ മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മൊമെൻറ്റിൽ സാറിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്താണ്? ഞാൻ എന്താണ് അടുത്തത് വരാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയിലായിരിക്കുന്നത്. അതായത് എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് എങ്ങോട്ടാണ് ഈ കഥ പോകുന്നതെന്ന്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, സാറാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്പേസ് ടൂറിസ്റ്റ് സാറാണ്. പക്ഷേ സാറ് കാരണം കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ മൊത്തം ശൂന്യാകാശത്തായിരുന്നു. മൊത്തം എല്ലാവരും കൂടെ എന്നെ എയറിലാക്കി മാക്സിമം ട്രോൾ ചെയ്ത്, എന്നാൽ പോലും സാറാണ് വരുന്നത്, സാറിൻ്റെ ഒരു 30+ ഇയേഴ്സ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് കൈൻഡ് ഓഫ് മോർ എക്സൈറ്റഡ്. എന്ത് സാറിൽ നിന്നും കൂടുതൽ കേൾക്കാൻ, കൂടുതൽ അറിയാനായിട്ട്. ഞാൻ മാത്രമല്ല ഒരുപാട് പേര് സാർ
സാർ ഇവിടെ ഇതാ ലൈവായിട്ട് എത്തിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഓൾ ഫോർ കമ്മിങ് ഓൺ. കാരണം സന്തോഷ് സാറാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുട്ടികളെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കൊന്ന് വരണമെന്ന്. സോ ഇത്രയും അഭിപ്രായങ്ങൾ തുറന്ന് പറയാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സ് നമ്മളെ ഓരോ മൊമെൻറ്റിലും ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡയറിങ് വാലിയൻ്റ് ആയിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങരെ ക്രിയേറ്റ് ചെയ്തത് യാത്രകൾ മാത്രമാണോ സാർ? യാത്രകൾ ഒരാളെ പൂർണ്ണമായിട്ടും ക്രിയേറ്റ് ചെയ്യില്ല. അയാളുടെ മനോഭാവം എങ്ങനെയെന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളെ മാറ്റുന്നത്. ഇപ്പോൾ യാത്രയാണെങ്കിലും ജീവിതത്തിലെ മറ്റനുഭവങ്ങളാണെങ്കിലും ഒക്കെ ആ അനുഭവങ്ങളെ, യാത്രയുടെ അനുഭവങ്ങളാവാം, ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളാവാം, ഇതിനെ നിങ്ങളെങ്ങനെ സമീപിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നത്. ചിലപ്പോൾ എന്നേക്കാൾ യാത്ര ചെയ്ത ആളുകളുണ്ടാവാം, അവരെ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. എന്നേക്കാൾ പണം കൊണ്ട് യാത്ര ചെയ്ത നിരവധി ആളുകളുണ്ട്. പക്ഷെ ഞാൻ യാത്ര ചെയ്തത് മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, ഒരു പർപ്പസ് ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് എന്നെ നിങ്ങൾ അറിയുന്നതും എന്നെ ഇവിടെ വിളിച്ചിരുത്തുന്നതും. അല്ല, എല്ലാവരും പറയും സാർ, വിജയിച്ച എല്ലാവരും ഒരു കംഫർട്ട് സോൺ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകുന്ന. സന്തോഷ് ജോർജ് കുളങ്ങര എന്ന ഞങ്ങളെ സന്തോഷ് സർ ബ്രേക്ക് ചെയ്ത ഏറ്റവും വലിയ കംഫർട്ട് സോൺ എന്താണ്? ബ്രേക്ക് ചെയ്യാനുള്ള മാത്രം ഒരു കംഫർട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഓ, ഈ കംഫർട്ടിൽ ഇരിക്കുമ്പോഴാണല്ലോ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുക. ഞാൻ കംഫർട്ടിലായിരുന്നില്ല ഒരിക്കലും, ഇപ്പോഴും അല്ല. ഈ നിമിഷവും ഞാനിപ്പോൾ കംഫർട്ടിലല്ല ഇരിക്കുന്നത്. സാർ എന്താ സാർ അങ്ങനെ? ഞാൻ ആയതുകൊണ്ടാണ് സാർ ഒരു കംഫർട്ട് പ്രോബ്ലം. പക്ഷേ ഒരു കാര്യമുണ്ട് സാർ, ഞാൻ ഹാർഡ് കോറായിട്ട് സാറിൻ്റെ ഒരു ഭയങ്കര ആരാധികയാണ്. അപ്പം എൻ്റെ പേഴ്സണൽ ചോദ്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കയറി വരും. എന്നാലും സാർ അല്ല, ഞാൻ കംഫർട്ട് എന്ന് പറയുന്നത്, ഒന്ന്, ഞാൻ പൊതുവേ വലിയ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരാളോ അതല്ലെങ്കിൽ ആളുകളിലേക്ക് ഇടിച്ചു കയറി എൻ്റെ അഭിപ്രായങ്ങൾ പറയുകയോ ഒക്കെ ചെയ്യുന്ന ആളൊന്നുമല്ല. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ എൻ്റെ അഭിപ്രായം എന്ന രീതിയിൽ വരുന്നത് പലതും എൻ്റെ ദീർഘമായ കോൺവെർസേഷനുകളിൽ അല്ലെ എൻ്റെ ഷോകളിൽ ഒക്കെ വന്ന സെൻറ്റൻസുകളെ മുറിച്ചെടുത്ത് തുടരെ വരുമ്പോൾ ഇയാൾ വലിയ അഭിപ്രായം പറയുന്ന ഒരാളാണെന്ന് തോന്നലുണ്ടാക്കുന്നത്. ഞാൻ വളരെ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ചില ആഗ്രഹങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ പാഷൻ അത് നടപ്പാക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ശതമാനം സമയവും സ്പെൻഡ് ചെയ്യുന്നയാളാണ്. എൻ്റെ കൊച്ചു ഗ്രാമമായ മരങ്ങാട്ടുപള്ളിയിൽ സഫാരിയുടെ സ്റ്റുഡിയോയും എൻ്റെ സ്ഥാപനങ്ങളുടെ ആസ്ഥാനവും എല്ലാം ഉൾപ്പെടുന്ന ആ സ്ഥലത്ത് ഏതാണ്ട് പുലർച്ചെ 3 മണി 4 മണി വരെ എല്ലാ ദിവസവും ജോലി ചെയ്യുകയും അതിൽ മുഴുകിയിരിക്കുകയും, ഇപ്പം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഈ യാത്രയിൽ തന്നെ ഞാൻ ഇന്ന് രാത്രി പോകേണ്ട പരിപാടികളുടെ കറക്ഷൻസ്, എൻ്റെ സ്ഥാപനത്തിൽ നടക്കേണ്ട അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, ഇത് മാത്രം ഇതിലിങ്ങനെ മുഴുകിപ്പോകുന്ന ഒരാളാണ് ഞാൻ. അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ചില അവസരങ്ങളിൽ ഞാൻ പറയുന്ന ചില അഭിപ്രായങ്ങളുടെ കഷ്ണങ്ങളാണ് ഞാനൊരു സ്ഥിരം വാചകടിക്കാരനും അല്ലെങ്കിൽ ഞാനിങ്ങനെ അഭിപ്രായം പറയുന്ന ഒരാളാണെന്നുള്ളൊരു തോന്നൽ ആളുകളിൽ ഉണ്ടാക്കുന്നത്. എന്നാൽ സാർ ഒരു ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ട് ആണ്. അതെ. നിങ്ങൾക്ക് എന്നെ കാണുമ്പോഴേ അറിയാമല്ലോ. അല്ലെങ്കിൽ ഞാൻ പൊതുവേ അങ്ങനെ ഇടിച്ചു കയറി ഒരാളെ പരിചയപ്പെടുക, അല്ലെങ്കിൽ അത് ചില ആളുകൾക്ക് അങ്ങനെ ഒരു മെൻ്റൽ ബ്ലോക്കുണ്ട്. ഞാൻ എൻ്റെ ഒരു ലോകത്ത് ഇങ്ങനെ മുഴുകി ജീവിക്കുന്ന ഒരാളാണ്. അടുത്തത് എന്ത് ചെയ്യണം, ഇന്ന് ചെയ്തതിനെ എങ്ങനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാം, അത് കുറച്ചുകൂടി എങ്ങനെ വേറൊരു തലത്തിലേക്ക് വളർത്താം, ഈ ചിന്തയുടെ ലോകത്താണ് ഞാൻ കൂടുതൽ സമയം. എന്നാലും സാർ ഇപ്പം ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞു, തന്നിലേക്ക് ഒതുങ്ങുന്നത് സാറിന് ഇഷ്ടമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. എന്നാൽ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളതല്ല, അതാണ് എൻ്റെ ഒരു സ്വഭാവം. ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ടല്ലോ. ആണ്. അപ്പോൾ എന്നാലും സാർ ഇത്രയും ലോകരാജ്യങ്ങളൊക്കെ കറങ്ങുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലുമൊക്കെ സാറിനൊന്ന് ഹെഡ് ചെയ്ത് നമുക്ക് പോകേണ്ട ഒരു അവസ്ഥകൾ വരുമ്പോൾ ആ ഒരു ഇൻട്രോവേർട്ട് സോണിനെ സാർ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്ത് പോകുന്നത്? എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഇല്ല. ഇൻട്രോവേർട്ടായ ഒരു മനുഷ്യന് വളരെ ഭംഗിയായിട്ട് ലോകത്ത് ജീവിക്കാൻ പറ്റും. തന്നെയല്ല, നിങ്ങളറിയുന്ന ലോകത്തിലെ പ്രശസ്തരായ ബഹുഭൂരിപക്ഷം വ്യക്തികളും ജീനിയസുകളായിരുന്നു. അതെ, ഞാൻ അതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഇൻട്രോവേർട്ടുകളായിരുന്നു. എക്സ്ട്രോവേർട്ടുകൾ പലരും ശബ്ദവും ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ് എന്ന് ഷേക്സ്പിയർ പറഞ്ഞതുപോലെയാണ്. വലിയ ഒച്ചയമ്പുകളൊക്കെ കാണും, പക്ഷേ അവസാനം കാമ്പൊന്നും ഉണ്ടാവില്ല പലപ്പോഴും വലിയ എക്സ്ട്രോവേർട്ടുകൾക്ക്. ഇൻട്രോവേർട്ടുകൾ അങ്ങനെയല്ല, ആലോചിച്ച് ചിന്തിച്ച് അവരുടെ ലോകത്തിരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത് അത് ഏറ്റവും മികച്ചതാക്കാൻ നിരന്തരം ശ്രമിക്കുന്നവരാണ്. എന്തൊരു മെസ്സേജ് ആണല്ലേ സാർ. എന്നാലും പറയാറുണ്ട് സാർ, ഇത്രയും യാത്രകൾ ചെയ്യുമ്പോൾ യാത്രകൾക്കൊരു ഹീലിംഗ് പവർ ഉള്ളതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ട്? ജീവിതത്തിൽ ഏതെങ്കിലും വൈകാരികമായിട്ട് സാറിന് തളർത്തിയ ഒരു മൊമെൻറ്റിൽ ഒരു യാത്ര ചെയ്തത് കൊണ്ട് അത് ഹീലായി എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു മെമ്മറബിൾ ഇൻസിഡൻറ്റ് ഇതുവരെ ഷെയർ ചെയ്യാത്തൊരു മൊമെൻറ്റ് കാണുമോ സാർ? അങ്ങനെ ഹീലിംഗ് പവർ യാത്രയ്ക്കുണ്ട്, ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടുമില്ല, എനിക്കത് അനുഭവിച്ചിട്ടുമില്ല ഞാനത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ യാത്രകളൊന്നും ഒരു ട്രാവലറും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ യാത്ര ചെയ്യുന്നത് ഒരു പർപ്പസിന് വേണ്ടിയാണ്. ഇപ്പം നിങ്ങളൊരു പരീക്ഷ എഴുതാൻ അന്യ സിറ്റിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾക്ക് ഡൽഹിയിൽ വെച്ചൊരു മത്സര പരീക്ഷയുണ്ട്, സിവിൽ സർവീസിൻ്റെ ഒരു പരീക്ഷ അല്ല ഇൻ്റർവ്യൂ ഡൽഹി നടക്കുകയാണ്.
നിങ്ങൾ അങ്ങോട്ടുള്ളൊരു യാത്ര എങ്ങനെയായിരിക്കും? ഒരു സഞ്ചാരി പോകുന്ന പോലെയാണോ, ഒരു വിദ്യാർത്ഥി പോകുന്ന പോലെയാണോ? നിങ്ങൾക്ക് അവിടെ വലിയൊരു ഗോളുണ്ട് അച്ചീവ് ചെയ്യാൻ. അപ്പോൾ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ നിങ്ങൾ ടെൻസ്ഡാണ്. എന്താണ്? നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യണം, അതിനൊരുങ്ങണം. എൻ്റെ ഓരോ യാത്രയും പോയി ഒരു ദിവസം 5 എപ്പിസോഡെങ്കിലും വീതം സഞ്ചാരം ഷൂട്ട് ചെയ്ത് 5 ദിവസത്തേക്കാണ് പോകുന്നതെങ്കിൽ 25 എപ്പിസോഡും, ആ 25 എപ്പിസോഡിൽ മനുഷ്യരെ, ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ കഴിയുന്ന കണ്ടൻറ്റും അതിനുള്ള ഡേറ്റയും ഇതെല്ലാം ശേഖരിച്ച്, കാലാവസ്ഥ ചതിക്കരുത്, അവിടുത്തെ ഒരു സംവിധാനവും ചതിക്കരുത്, ഒരു പ്രശ്നവും ഉണ്ടാവരുത്, പെർഫെക്റ്റ് ആക്കി എല്ലാ സ്ഥലത്തും, ഒരു സ്ഥലത്തേക്ക് പോകുമല്ല, നമ്മളെ ആരും കൈപിടിച്ച് കൊണ്ടുപോകല്ല, നമ്മൾ തന്നെ അന്വേഷിച്ച് കേട്ട് വേണം പോകാൻ. അപ്പോൾ ഇതെല്ലാം പെർഫെക്റ്റ്ലി റൺ ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ ആ ദൗത്യം വിജയിക്കൂ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത് തിരിച്ചു വരുമ്പോഴാണ് മടക്കയാത്രയിൽ ഞാൻ അച്ചീവ് ചെയ്തു, ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്തു, അതിനകത്ത് എനിക്ക് നല്ല കഥകൾ കിട്ടി, നല്ല ഇമ്പ്രസീവായ സ്റ്റോറി എനിക്ക് പറയാനുണ്ടായി എന്ന് വരുമ്പോൾ ഉള്ള മടക്കയാത്രയിലാണ് ഞാൻ പലപ്പോഴും യാത്ര ആസ്വദിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഞാൻ പോയ രാജ്യത്തിൻ്റെ കഥകൾ, ചരിത്രം, എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ യാത്രയുടെ പർപ്പസ് എന്താണ്? പ്രേക്ഷകർക്ക് വേണ്ടിയാണ്, ഞാൻ ആസ്വദിക്കാനല്ല പോകുന്നത്. പേഴ്സണൽ ഒരു എൻജോയ്മെന്റ് അതിന് ഇല്ല. നിങ്ങളിപ്പോൾ ഒരു ഷൂട്ടിന് വേണ്ടി നിങ്ങളെ ദൗത്യം ഏൽപ്പിച്ച് വിട്ടാൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് എന്താണ്? അതിനകത്തെ സ്ഥലം കണ്ടു എന്നുള്ള എൻജോയ്മെൻ്റ് അല്ല, നിങ്ങൾ പോയ ദൗത്യം പൂർത്തിയായി എന്നുള്ള എൻജോയ്മെൻറ്റാണ്. എങ്കിലേ നിങ്ങൾ ആ പ്രൊഫഷനിൽ വിജയിക്കൂ. ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഞാൻ സ്ഥലം കണ്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു വന്നാൽ നിങ്ങൾ ആസ്വദിക്കില്ലത്. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. ട്രാവലോഗ് ചെയ്യുന്ന ഏതൊരാളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും സാർ ഇത്രയും കൃത്യമായിട്ട് ഷൂട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ക്യാമറ കണ്ണിലൂടെയാണ് സാർ കൂടുതലും സ്ഥലങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു. എന്നാലും ഒരു സ്പെസിഫിക് സ്പോട്ട് സാറിന് അഡ്രിനാലിൻ റഷ് കിട്ടിയ ഒരൊറ്റ വിഷ്വൽ ഞാൻ പറയാൻ പറഞ്ഞാൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ബീങ് എ ഹ്യൂമൻ ബീങ് നമ്മുടെ കണ്ണൊന്നും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഒറ്റ സീൻ കണ്ടിട്ട് ആ ഒരു അഡ്രിനാലിൻ മൊമെൻറ്റ് എന്ന് സാറിന് പറയാൻ പറ്റുന്ന ഇത്രയും കാഴ്ചകൾ കണ്ടു എന്നറിയാം സാർ. 100,000 കൈൻഡ് ഓഫ് ഫ്രെയിംസ് സാറിൻ്റെ മനസ്സിലുണ്ടെന്നറിയാം. എന്നാലും ദാറ്റ് വൺ സ്പെസിഫിക് സ്പോട്ട് ആൻഡ് ഒരു സീൻ. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ ലോകത്തിലെ ഏതെങ്കിലും ഒരു അത്ഭുതം കണ്ടിട്ട് ഒന്നും ആവണമെന്നില്ല. ഇപ്പോൾ അപൂർവമായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ലക്ഷക്കണക്കിന് മൃഗങ്ങളെ നമ്മൾ ഒറ്റയടിക്ക് കാണുന്ന സെരംഗറ്റി അല്ലെങ്കിൽ മസായിമാരെയൊക്കെ പോലുള്ള ആഫ്രിക്കയിലെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇത് നമ്മൾ പടങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ടെലിവിഷനിലോ നാഷണൽ ജിയോഗ്രഫിക് ചാനലിലോ മാത്രം കണ്ടിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മളും പോയി നിൽക്കുകയാണെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവാം. അല്ലെങ്കിൽ നയാഗ്ര ഫാൾസിൻ്റെ അടിയിൽ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഒരു ബോട്ടിൽ പോയി ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ വെള്ളം ചാടുന്ന കാണുമ്പോൾ നമുക്കൊരു ഇത് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലെ ഒരു അത്ഭുത കാഴ്ചയുടെ ചുവട്ടിൽ ഞാനിത് എത്തിയിരിക്കുന്നുള്ളൊരു തോന്നലുണ്ടാവാം. പക്ഷെ അതിനൊക്കെ അപ്പുറം എന്നെ വ്യക്തിപരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്നത് ചില ഞാൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഏത് പശ്ചാത്തലത്തിൽ നിന്ന്, ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു സ്വപ്നവും കാണാനുള്ള സാധ്യതകളില്ലാത്ത ഇത്തരത്തിൽ ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന തരത്തിൽ ഇപ്പോൾ സ്പേസ് ടൂറിസം പോലുള്ളൊരു പദ്ധതിയുടെ ഭാഗമാകാനോ ഒരു ടെലിവിഷൻ ചാനൽ നടത്താനോ തുടങ്ങാനുള്ള അതിൻ്റെ ആ ഒരു പശ്ചാത്തലം ഒന്നുമില്ലാത്ത, അങ്ങനെയാണ് എല്ലാവരും തന്നെ വന്നിരിക്കുന്നത്, നമ്മുടെ ഈ പറയുന്ന ആളുകളൊക്കെ. പക്ഷേ ഞാൻ അങ്ങനെ വരുമ്പോൾ ചില സ്ഥലത്ത് ഞാൻ നിൽക്കുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരിക്കൽ ഈ സ്പേസ് ട്രാവലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വർഷത്തിലൊരു തവണ US മൊഹാവി ഡെസേർട്ടിലോ അല്ലെങ്കിൽ കാലിഫോർണിയയിലോ ഒക്കെ വെർജിൻ ഗാലക്റ്റിക്കിൻ്റെ ഒത്തുചേരലുകളുണ്ട്. അവിടെ ഞാൻ പോയി നിൽക്കുമ്പോൾ ആ കൂടെ വന്നിരിക്കുന്ന ആളുകളെല്ലാം, ഇപ്പോൾ അത് റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയുന്ന ആളുടെയാണ് ആ സംരംഭം. ആ പരിപാടിക്ക് വരുന്നത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള ആളുകളാണ്. അമേരിക്കയിലെ ആ സ്റ്റേറ്റിൻ്റെ ഗവർണർ, അല്ലെങ്കിൽ ആർണോൾഡ് ഷ്വാസ്നഗറെ പോലുള്ള ചലച്ചിത്ര താരങ്ങൾ, ഇങ്ങനെ വമ്പന്മാരാണ്. അപ്പോൾ ഇവരും നമ്മളും കൂടി ഇരുന്നാണ് ഡിന്നറൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ചില സമയത്ത് ഞാൻ പെട്ടെന്ന് അങ്ങ് ഓർക്കും, എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് റിച്ചാർഡ് ബ്രാൻസനാണ്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് ആർണോൾഡ് ഷ്വാസ്നഗറാണ്, ഇതിരിക്കുന്നത് കാലിഫോർണിയ ഗവർണറാണ്, അല്ലെങ്കിൽ ന്യൂ മെക്സിക്കോയുടെ ഗവർണറാണ്. ഇവരുടെ ഒപ്പം ഞാനും ഇരുന്ന് ഡിന്നർ കഴിക്കുന്നു. ആ പെട്ടെന്നൊരു സെക്കൻഡിൽ ഞാൻ തിരിച്ചു പോകും. ഞാൻ ഈ സമയത്ത് എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ മറ്റ് കുടുംബാംഗങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ സാഹചര്യവും അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ഞാൻ ജീവിച്ച ആ സാഹചര്യവും, അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്നൊരു സാഹചര്യവും ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സെക്കൻഡും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പെട്ടെന്ന് വരുമ്പോൾ ചില സമയത്ത് നമ്മൾ ഒരു വേറൊരു ഫീൽ നമുക്ക് വരും. അങ്ങനെയൊക്കെയുള്ള ചില സമയങ്ങളിലാണ് നമുക്ക് വരും. അല്ലാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ കാര്യങ്ങളൊന്നും എന്നെ ഇപ്പോൾ അത്ഭുതപ്പെടുത്താതായി. അതാണ് സത്യം. ചെറിയ കാര്യങ്ങളൊന്നും, ഈ ഭൂമിയിലെ ചെറിയ അത്ഭുതങ്ങളൊന്നും ഇപ്പോൾ നമ്മളെ എക്സൈറ്റ് ചെയ്യുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, 23-24 വയസ്സിൽ ഞാൻ തുടങ്ങിയ ലോകയാത്ര. അത് ഗ്രാജുവലി നമ്മുടെ ഗോളുകളെല്ലാം വലുതാക്കി. അപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്കാണ് ഇതിൻ്റെ എല്ലാ അപകടം. അവർക്ക് എന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ അവരിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്ന പെർഫെക്ഷനാണ്.
ഈ ഗ്ലോബൽ നിലവാരമുള്ള പെർഫോമൻസാണ്, ഗ്ലോബൽ നിലവാരമുള്ള ഔട്ട്പുട്ടാണ്. ഇപ്പോൾ സഞ്ചാരത്തിനകത്തെ ഒരു എപ്പിസോഡിനകത്തെ സ്ക്രിപ്റ്റിൽ പോലും ഒരു ചെറിയ തെറ്റ് വരുമ്പോൾ തന്നെ ഞാൻ അസ്വസ്ഥനാവും. കാരണം ഞാൻ പോയി ഷൂട്ട് ചെയ്ത, ഞാൻ കണ്ട ആ സ്ഥലത്തിൻ്റെ ആ വികാരം ഈ സ്ക്രിപ്റ്റിൽ വരണം. അതിനകത്തൊരു പുള്ളി മാറാൻ പാടില്ല, ഒരു വാക്ക് മാറാൻ പാടില്ല, ആ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. നിർഭാഗ്യവശാൽ അവിടെ പോയി കാണാത്ത ഒരു സ്ക്രിപ്റ്റ് റൈറ്റർക്ക് എങ്ങനെയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ആ വികാരം കൊണ്ടുവരാൻ കഴിയുക? അതൊരു വലിയൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ പ്രൊനൗൺസിയേഷൻ, ആ വോയിസ് ഓവർ കൊടുക്കുന്ന ആൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ അസ്വസ്ഥനാവും. കാരണം ദഹാവു എന്ന സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ദഹാവു എന്ന് പറയുന്നൊരു കോൺസെൻട്രേഷൻ ക്യാമ്പുണ്ട് ജർമ്മനിയിൽ. ഈ ദഹാവുവിൻ്റെ സ്പെല്ലിങ് അങ്ങനെയല്ല, പക്ഷേ ഈ ദഹാവു എന്ന് ഉച്ചാരണം കറക്റ്റായില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്. പുറത്തുപോയി പഠിക്കണമെന്നും ജോലി ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? കുറഞ്ഞ ചെലവിൽ ജർമ്മനിയിൽ പോകാം, സൗജന്യമായി പഠിക്കാം. പഠനത്തോടൊപ്പം ജോബ് സീക്കർ വിസയും നിങ്ങൾക്ക് നേടിത്തരും. EIG ഓവർസീസ്, കേരളാസ് നമ്പർ 1 ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊമോട്ടർ. OHIO എന്നാണ് അമേരിക്കയിൽ ഒരു സ്റ്റേറ്റിൻ്റെ സ്പെല്ലിങ്. OHIO ഒഹിയോ എന്നാണ് ആളുകൾ പറയുക, പക്ഷെ ഒഹായോ എന്നാണ് അത് ഉച്ചരിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സഞ്ചാരത്തിലൂടെ കിട്ടിയ അറിവ് നമ്മളുടെ ആ നോളജിൻ്റെ ലെവലിലേക്ക് നമ്മുടെ കൂടെയുള്ളവർ വരുന്നില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അസ്വസ്ഥനാവും. അതൊക്കെ ഇന്ന് നമ്മളെ വലിയ തോതിൽ പ്രഷറിലാക്കുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ സാർ ഇറിറ്റേറ്റഡ് ആകും, അല്ലെങ്കിൽ സാറിന് ഔട്ട്പുട്ടിന്റെ പെർഫെക്ഷൻ ആണ് സാർ നോക്കുന്നത്. എപ്പോഴെങ്കിലും സാർ ഇങ്ങനെ യാത്രകളൊക്കെ പോകുമ്പോഴത്തേക്കും സാറിൻ്റെ കൂടെ ഒരു ലോക്കൽ ടൂർ ഗൈഡ് കാണാറുണ്ട്. പിന്നെ സാറിൻ്റെ യാത്രകളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, സാർ ലോക്കൽ ജീവിതം അവിടെയുള്ളത് നമ്മളെ കാട്ടിത്തരാറുണ്ട്. ഏറ്റവും ഒരു ചെറിയ വീട്ടിൽ, ആ വീട്ടിൻ്റെ അകത്ത് കയറുന്നത് സാർ പറയും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അതിനകത്തുള്ളൊരു ജീവിതം കാണുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനെ എപ്പോഴെങ്കിലും ആ ഒരു ലൊക്കാലിറ്റിയിലെ ഒരാളുമായിട്ട് ട്രാവൽ ചെയ്ത് സാറിന് എപ്പോഴെങ്കിലും ഒന്ന് ഇറിറ്റേറ്റഡ് ആവേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? സാറ് പ്രതീക്ഷ പോലെ അദ്ദേഹം ആ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കുന്നില്ല എന്ന് തോന്നി എപ്പോഴെങ്കിലും ഒരു ഒരസലിൻ്റെ ഒരു വക്കിൽ വല്ല എത്തിയ മൊമെന്റ്സ് ഉണ്ടോ സാർ ഇത്രയും വലിയ യാത്രകൾ ചെയ്യുമ്പോൾ? ഇഷ്ടം പോലെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, അവർക്ക് സഞ്ചാരം എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അവരൊരു സാധാരണ ടൂറിസ്റ്റിനെ കൊണ്ടുപോകുന്ന പോലെയൊക്കെ കൊണ്ടുപോകും. അപ്പം ഞാനത് ആദ്യം തന്നെ ഇവർക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എനിക്കിപ്പോൾ അവിടെ ഒരു ലോക്കൽ ഗൈഡ് അല്ലെങ്കിൽ ഡ്രൈവറെ വേണമെങ്കിൽ അയാൾക്ക് ഞാനൊരു നോട്ട് അയച്ചിട്ടുണ്ടാവും. എനിക്ക് വേണ്ട റിക്വയർമെൻറ്റ് ഇതൊക്കെയാണ്, എൻ്റെ യാത്രയുടെ പർപ്പസ് ഇതാണ്, എൻ്റെ പരിപാടി നിങ്ങളൊന്ന് കണ്ടു നോക്കണം, അതിൻ്റെ യൂട്യൂബ് ലിങ്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞായിരിക്കും ഇവർ നമുക്ക് കൺഫർമേഷൻ തരിക. നിങ്ങളുടെ വീഡിയോ കണ്ടു, ഗംഭീരമായിട്ട് ഇത് ഞാൻ ചെയ്തിരിക്കും, എന്നെപ്പോൾ അല്ലാതെ വേറൊരാൾ ഇനി ഈ രാജ്യത്ത് കിട്ടാനില്ല എന്നൊക്കെ പറയും. പക്ഷെ അവിടെ ചെന്ന് പണി തുടങ്ങുമ്പോൾ വീണ്ടും ഇയാൾ പഴയ ഈ ഒരു സാധാരണ ടൂർ ഗൈഡിൻ്റെ രീതിയിൽ ഇതൊരു ഷൂട്ടിനാണെന്നുള്ളതൊക്കെ മറന്നു പോകാം. അപ്പം ഞാൻ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം ക്ലീൻ ഗ്ലാസ് ഉള്ളൊരു വണ്ടി വേണം എന്ന്. ഓക്കെ, ഇപ്പോൾ വണ്ടിക്കകത്തിരുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ പ്രേക്ഷകരിതൊന്നും അറിയണമെന്നില്ല. ഈ ഗ്ലാസ് പൊട്ടിയിട്ട് അതേ കൂടെ നടുക്കൂടെ ഒരു പാടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അതേ മുഴുവൻ സ്ക്രാച്ച് ആണെങ്കിലോ, ഇത് എൻ്റെ ക്യാമറയുടെ ലെൻസ് എത്ര ക്ലീൻ ആയിട്ടും കാര്യമില്ല. ഈ ഗ്ലാസ്സിലൂടെ ഷൂട്ട് ചെയ്യുമ്പം ആ വിഷ്വൽസ് അത്ര ഡള്ളാവും. അതിലെപ്പോഴും ഈ വരകൾ കാണും, ഈ ചെളി കാണും. അത് 30 എപ്പിസോഡ് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 30 എപ്പിസോഡിൽ ഇതായിരിക്കും കാണുക. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് ഉള്ളൊരു വണ്ടി വേണം. ചെല്ലുമ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു പൊട്ടി ഗ്ലാസ്സുമായിട്ടായിരിക്കും ഒരുത്തം വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതൊന്നും അല്ല അവിടെ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ സമയം കളി, പിന്നെ അടുത്ത വണ്ടി മാറിയെടുക്കണം, ആദ്യത്തെ ഒരു ദിവസം ഈ കാറും കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ തണുപ്പുള്ള രാജ്യമാണെങ്കിലും ഗ്ലാസ് താത്തിയിട്ട് പുറത്തേക്ക് ക്യാമറ പിടിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യണം. അപ്പോഴത്തേക്കും 1 മണിക്കൂർ ഇങ്ങനെ പുറത്തോട് ഓടുമ്പോഴത്തേക്കും നമ്മൾ മരവിച്ചിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ഇതെല്ലാം നമ്മൾ സഞ്ചാരത്തിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. സഞ്ചാരത്തിൽ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു എഫേർട്ടുണ്ട്. സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ എല്ലാവരും നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി തന്നിട്ടോ അല്ല ഇതൊന്നും എടുക്കുന്നത്. അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നില്ലെങ്കിൽ ഓരോ ദിവസവും, ഇപ്പോൾ 4 ദിവസം ഞാനൊരു രാജ്യത്തുള്ളതെങ്കിൽ ആദ്യത്തെ ദിവസം എവിടെയൊക്കെ പോകണം, അതിലൂടെ എത്ര എപ്പിസോഡ് വേണമെന്ന് പ്ലാനിങ് ഉണ്ട്. ഇപ്പോൾ സഫാരി പോലൊരു ചാനൽ പരസ്യമില്ലാതെ എങ്ങനെ പോകുന്നു എന്ന് ആളുകൾ അത്ഭുതപ്പെടുമ്പോൾ ഞാനത് അത്ഭുതപ്പെടുകയും ചെയ്യും. എന്നാൽ ഞാൻ വളരെ അച്ചടക്കവും ഡിസിപ്ലിനും കൊണ്ടുവരുന്നതിനെ വിമർശിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നടക്കുകയില്ല. നിങ്ങൾ പരസ്യമില്ലാത്തൊരു ചാനൽ വേണമെങ്കിൽ അത് അത്രയേറെ ഡിസിപ്ലിനും ഹാർഡ് വർക്കും അതിൻ്റെ പിന്നിലുണ്ടാവണം. ആ ഡിസിപ്ലിൻ ഞാൻ മാത്രം നടത്തിയാൽ പോരെ, എൻ്റെ സ്റ്റാഫും വേണം, എനിക്ക് വേണ്ടി ട്രാവൽ അറേഞ്ച് ചെയ്യുന്നവരും ഒക്കെ അത് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് പരസ്യമില്ലാത്തൊരു ചാനൽ കിട്ടുള്ളൂ. സന്തോഷ് ജോർജ് കുളങ്ങര പരസ്യമില്ലാത്ത ചാനൽ ഓടിക്കുകയും വേണം, എന്നാൽ ഇത്രയൊന്നും കർശനക്കാരനാവാനും പാടില്ല എന്ന് പറയരുത്. ആണ് സാർ, ഇത്രയൊരു മൊണറ്ററി ബെനിഫിറ്റ്സ് സാർ അധികം ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് സഫാരി വിത്തൗട്ട് എനി പരസ്യങ്ങൾ നമുക്ക് സാർ തന്നുകൊണ്ടിരിക്കുന്നത്. പരസ്യങ്ങൾ മാത്രമല്ലോ, ഇപ്പം വേറൊരാളാണെങ്കിൽ ഈ പരിപാടിക്ക് വരുന്നതിന് കാശ് വേണിക്കല്ലേ? കറക്റ്റ്. ഇതുവരെ ഒരു ഇൻ്റർവ്യൂവിനും ഒരു പരിപാടി പങ്കെടുക്കുന്നതിനും എവിടെയെങ്കിലും ഒരു സ്റ്റേജ് പരിപാടി പോകുന്നതിനോ 5 പൈസ ഞാൻ മേടിച്ചിട്ടില്ലാത്ത ആളാണ് ഇതുവരെ, ഇത്രയും കാലത്തിനിടയ്ക്ക്. അപ്പോൾ എനിക്ക് പൈസ ഓഫർ ചെയ്യാത്തത് കൊണ്ടല്ല, ചോദിച്ചാൽ കിട്ടാത്തത് കൊണ്ടുമല്ല, അതല്ല എൻ്റെ വരുമാന മാർഗ്ഗമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ്.
എന്നാൽ സാറ് കാണുന്ന യാത്രകളുടെ ഏറ്റവും വലിയ റിവാർഡ് പോയിന്റ് എന്താണ്? കാരണം ഫിനാൻഷ്യൽ അല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അതിന്റെ യഥാർത്ഥ റിവാർഡ് എന്ന് സാറ് വിശ്വസിക്കുന്ന കാര്യം എൻ്റെ സാറ്റിസ്ഫാക്ഷൻ, സാറിന്റെ സാറ്റിസ്ഫാക്ഷൻ. ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് മാത്രമാണ് ഞാൻ എല്ലാ കാര്യത്തിലും നോക്കുന്നത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എൻ്റെ ചിന്തയുള്ള, എൻ്റെ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളും സാറ്റിസ്ഫൈഡ് ആവും. സമൂഹം സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതം വിജയമായി. സൂപ്പർ. ഇപ്പം സാറിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതിൽ ഏറ്റവും പ്രൈം കാര്യം എന്ന് പറഞ്ഞു സാർ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സെഗ്മെന്റ് കഴിയുമ്പോൾ സാറ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഇത്രയും മില്യൺ വ്യൂവേഴ്സിൽ നിന്നും 10 വയസ്സ് തൊട്ട് സാർ 50 വയസ്സ് വരെയുള്ളവർ റാപ്പിഡ് ഫയർ റൗണ്ട് സാറിനോട് ചോദിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സാർ ആദ്യം ചോദിക്കാൻ പോകുന്നത് 20 തൊട്ട് 30 റേഞ്ചിലുള്ള പ്രായത്തിൽ വരുന്ന ആൾക്കാരുടെ ചോദ്യങ്ങളാണ്. അപ്പോൾ ആ റേഞ്ചിലായിരിക്കും അവർ സാറിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. റെഡിയാണോ? ചോദിക്കട്ടെ. ഒരുപാട് പേരുണ്ട്, 20-30+ സാറിന്റെ ഒരുപാട് ഫാൻസ് ഉണ്ട്. റെഡി? ഒന്ന് ഉറക്കെ. റെഡി? റെഡി. ഓക്കെ സാർ, ആദ്യത്തെ അമ്പെയ്ത്താണ് സാർ. റെഡിയാണോ ഏറ്റുവാങ്ങാനായിട്ട്? സാർ എന്തിനും റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനാണെന്ന് അറിഞ്ഞപ്പോഴേ സാർ മെന്റലി പ്രിപ്പയർഡായി, ഇത് ഇങ്ങനെയാണ്. പക്ഷെ ആദ്യത്തെ ചോദ്യം സാർ 20-30 ഏജ് ഗ്രൂപ്പാണ്. മിഡ് നൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള സാറിന്റെ ഫേവറിറ്റ് ട്രാവൽ സ്നാക്ക് എന്താണ്? എനിക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ ട്രാവൽ സ്നാക്ക് ഇല്ല. കാരണം യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഏത് നാട്ടിൽ ചെല്ലുന്നോ അവിടുത്തെ ഏറ്റവും മികച്ച സ്നാക്കാണ് സ്നാക്ക് ആണ്. എന്നാലും ഇപ്പോൾ ജപ്പാനിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട്ട തിന്നണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. കറക്റ്റ്. അപ്പൊ ജപ്പാനിൽ കിട്ടുന്ന സ്നാക്കാണ് കഴിക്കുക. എന്നാലും ഉഗാണ്ടയിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന സ്നാക്കാണ് നമ്മൾ കഴിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ചില മാംസം കനലിൽ ചുട്ടത് വഴിയരികി വിൽക്കാൻ കൊണ്ടു നടക്കും, അത് മേടിച്ച് കഴിക്കും. അല്ലാതെ ഞാൻ കാലത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും നാടിനനുസരിച്ചും എൻ്റെ ശീലങ്ങൾ മാറ്റുന്നയാളാണ്. ഓക്കെ. അപ്പോൾ ഈ കേരളത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പഴംപൊരി കിട്ടിയാൽ നന്നായിരിക്കും എന്ന് തോന്നുള്ളൂ. ഇതേ സാധനം അമേരിക്കയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ട് കാര്യമില്ല. സോ ബി പ്രാക്ടിക്കൽ ആണ്. എന്നാലും സാറ് പറയും മാറ്റത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. എന്നാലും സന്തോഷ് ജോർജ് കുളങ്ങര എന്ന മരങ്ങാട്ട് പള്ളിയിലുള്ള ഒരു ചെറിയ ഇൻട്രോവേർട്ട് ആയിരുന്ന സാറിൽ ഇനിയും മാറാത്ത ഒരു കാര്യം എന്തായിരിക്കും? ഇപ്പോഴും ഇൻട്രോവേർട്ട് തന്നെയാണ് ഞാൻ. ഇപ്പോഴും ഒരു മാറ്റം. എന്നെ നിങ്ങളെപ്പോലെ ഒരാൾ വന്നൊന്ന് പ്രകോപിപ്പിക്കുമ്പോൾ മാത്രമാണ് ഞാൻ എന്തെങ്കിലും കൂടുതലായിട്ട് വർത്താനം പറയുക. അതല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രകോപനമാണോ സാർ ഞാൻ? അതെ. അടുത്ത ചോദ്യമാണ് സാർ, യാത്രകൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ഫുഡ്? ഒരു 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് നല്ല ചോറും സാമ്പാറും കുറച്ച് അവിയലും ഒക്കെ കൂടെ മീൻകറിയൊക്കെ കൂടെ കിട്ടിയാൽ നന്നായിരിക്കും എന്ന് തോന്നും. അത് ഏത് മലയാളിക്കും അങ്ങനെയാണല്ലോ. ഒരു 3 ദിവസം വരെയൊക്കെ നമുക്ക് ഏത് രാജ്യത്ത് പോയാലും ആ നാട്ടിലെ ഭക്ഷണം 3 നേരം കിട്ടിയാലും കുഴപ്പമില്ല. ഒരു 3-ാമത്തെ ദിവസം അല്ലെ 4-ാമത്തെ ദിവസം ആകുമ്പോൾ നമുക്ക് തോന്നും ഇത്തിരി ചോറൊക്കെ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് തോന്നും. അതുമല്ല സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വീട്ടിൽ ചേച്ചി സാറ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രീതിയിൽ മുട്ട പൊരിച്ചത് ഉണ്ടാക്കി വെക്കുമെന്ന്. സ്റ്റിൽ സാർ അത് പറയുമ്പോൾ എൻ്റെ നാവിൽ ആ ഒരു രുചി വൈഭവം ഇങ്ങനെ തെളിയും. സാർ ഇപ്പോഴും ഉണ്ടാക്കി തരാറുണ്ടോ ചേച്ചി ആ മുട്ട പൊരിച്ചത് സ്പെഷ്യൽ ടേസ്റ്റിലുള്ള? പിന്നെ തീർച്ചയായിട്ടും ഈ അഭിമുഖം കഴിഞ്ഞുകൊണ്ട് അത് നിർത്തിയിട്ടൊന്നുമില്ല. ഓക്കെ സാർ, 20-30 ഏജിലാണ്, അത് അവരുടെ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് നിൽക്കുന്നത്. എല്ലാ ദിവസവും എത്ര നേരം കിട്ടിയാലും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ്, എല്ലാ ദിവസവും സാറിന് ഇത് തന്നെ ഞാൻ തന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചോദിച്ചാലേ അത് രാവിലെ ഉച്ചയ്ക്ക് രാത്രിയിൽ ഈവനിങ്ങിന് എനി ടൈം സാർ ക്യാൻ ഹാവ് ദിസ് എന്ന് തോന്നിയൊരു ഫുഡ്? പഴം പുഴുങ്ങിയത്. പഴം പുഴുങ്ങിയത് അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഏത്തപ്പഴം, നേന്ത്രപ്പഴം പുഴുങ്ങിയത്. റിയലി? ഞാൻ കഴിക്കും. ഓ അടിപൊളി അടിപൊളി. എപ്പോഴും സാറ് പാക്ക് ചെയ്യാൻ മറക്കുന്ന ഒരു കാര്യം, യാത്രകൾക്ക് ഇറങ്ങി പകുതി വഴിയിലെത്തുമ്പോഴേക്കും സാർ ഞാനിത് പാക്ക് ചെയ്തില്ലല്ലോ എന്ന് ആ ഒരു കാര്യം എന്താണ്? ഇന്നേ വരെ അങ്ങനെ ഒരു സാധനം മറന്നിട്ടില്ല ഞാൻ. എനിക്ക് ഏത് യാത്രയ്ക്ക് മുമ്പ് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. എൻ്റെ ആദ്യ യാത്ര പോലെ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ചെക്ക് ലിസ്റ്റാണ്. ആ ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് ഞാൻ സർവ്വ സാധനം എടുത്തു വെച്ചിട്ട് യാത്ര പുറപ്പെടും. കേട്ടോ, നമ്മളെപ്പോലുള്ളവർക്കുള്ള ഏറ്റവും വലിയ മെസ്സേജാണ്. കാരണം ഞാനൊക്കെ എയർപോർട്ടിൽ എത്തിയിട്ടാണ് പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള യൂത്തിനുള്ള ഏറ്റവും വലിയ മെസ്സേജാണ് കൃത്യമായിട്ടുള്ള ചെക്ക് ലിസ്റ്റ്. കോമ്പസ് ഓർ GPS? എനിക്കിത് രണ്ടും ഇപ്പോൾ ഇതുവരെ ആവശ്യം വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ അത് ഉപയോഗിക്കാറില്ല. അങ്ങനെ ലോസ്റ്റ് ആയിട്ട് സാറിന് അങ്ങനെ ഒരു അവസ്ഥയെ വന്നിട്ടില്ല? എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു കോമ്പസ് ഉണ്ട്. കറക്റ്റ്. ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ചില യാത്ര വന്നിട്ടുണ്ട്, എൻ്റെ കുടുംബാംഗങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുള്ളൊരു കാര്യം, ഞാൻ ഒരിടത്തുനിന്ന് യാത്ര പുറപ്പെട്ട ഒരു സിറ്റിക്കകത്ത് ആദ്യമായിട്ട് പോകുന്ന സിറ്റി ആയിരിക്കാം. എനിക്ക് 4 സ്ട്രീറ്റ് കടന്ന് തിരിച്ച് പുറപ്പെട്ടിടത്ത് വരണമെങ്കിൽ ഈസി ആയിട്ട് ഞാൻ ആ റൂട്ടുകൾ ഓർത്തിരിക്കും. ഗ്രേറ്റ്. കാരണം നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ആഗ്രഹങ്ങളാണ് കേട്ടോ സാർ ഈ കാണുന്നത്. സൺറൈസ് ഓർ എ സൺസെറ്റ്? സാറ് കണ്ടതിൽ ഏറ്റവും എപ്പിക് സൺറൈസ് ഏതാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. റൈസ് ഓർ സൺസെറ്റ്? സാറിന് കൂടുതൽ കാണാൻ
എന്താ പറയുക, സൂര്യ ഉദയമാണോ അസ്തമയമാണോ സാറിന് ഏറ്റവും? സൺസെറ്റ്. സൺസെറ്റ് ആണ് ഏറ്റവും എപ്പിക് സൺസെറ്റ് സാർ കണ്ടതിൽ. അത് പലയിടത്തുണ്ട്. ഇപ്പോൾ ഒരിക്കൽ സൈപ്രസിൽ ചെല്ലുമ്പോൾ ഷൂട്ടെല്ലാം കഴിഞ്ഞു, ഈ പറഞ്ഞ പോലെ തന്നെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അവിടെ ഉദ്ദേശിച്ച അത്ര ദിവസങ്ങളിൽ ഉദ്ദേശിച്ച അത്ര എപ്പിസോഡുകൾ കഴിഞ്ഞു. അപ്പോഴത്തേക്കും സന്ധ്യയായി. എൻ്റെ ഒരു സുഹൃത്ത് ഹുസൈനുണ്ട്, ഞാനും ഹുസൈനും കൂടെ പിന്നെ തിരിച്ച് എയർപോർട്ടിലേക്ക് വരിക. അപ്പോൾ ഒരു കടൽ തീരത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ പോയിരുന്ന് അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറില്ല ഞാൻ, ഷൂട്ടിൻ്റെ തിരക്കിലായിരിക്കും. ആ സൺസെറ്റിൽ അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ നല്ല തണുത്ത കാറ്റ് കടലിൽ നിന്ന് വരുന്നുണ്ട്. തണുപ്പാണ് ആ രാജ്യത്ത്, പക്ഷേ നല്ല സൺസെറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ ഇടയ്ക്കെല്ലാം ഓർക്കുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. ഓരോ നാട്ടിലും സാർ ഓരോ ഫ്രണ്ട്സിനെ ഗൈഡ്സ് ആയിട്ട് സാർ കൂടെ കൂട്ടുന്നത് കണ്ടിട്ടുണ്ട്. 30 വർഷവും കഴിഞ്ഞ് ഇന്ന് അങ്ങനെ ആരെങ്കിലും സാറിന് കൃത്യമായിട്ടുള്ള സൗഹൃദവുമായിട്ടുണ്ടോ സാർ? ഏതെങ്കിലും വിദേശികൾ അങ്ങനെ യാത്രയിൽ കൂട്ടിയതിൽ? ഇല്ല, ഈ വിദേശികളൊക്കെ എന്ന് പറയുന്നത് ഇപ്പം എനിക്കും അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകർക്കും ഈ ഓരോ രാജ്യവും ഹൃദിസ്ഥമാണ്. അത് വളരെ ഇഷ്ടപ്പെട്ടതാണ്, അത് ഓർമ്മയിലിരിക്കുന്നതാണെങ്കിലും ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് നമ്മളെ കൊണ്ടു നടക്കുന്ന ഗൈഡുകൾക്ക് അതൊരു സ്ഥിരം ജോലി മാത്രമാണ്. ഞാൻ പോയി കഴിഞ്ഞ് വേറൊരാൾ അവർക്ക് കിട്ടും, അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പിനെ കിട്ടും. അവരെന്നെയൊക്കെ മറന്നിട്ടേ ഉണ്ടാവും, കാരണം അവർ സഞ്ചാരം കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലല്ലോ. ഞാൻ അവർക്കൊരു ട്രാവലർ മാത്രമാണ്, യെറ്റ് അനദർ ട്രാവലർ, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ അതെല്ലാം ഓർത്തിരിക്കണമെന്നില്ല. എന്നാൽ അപൂർവം ചില സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എളമാൻ എന്ന് പറയുന്ന ഒരാൾ കിർഗിസ്ഥാനിലുണ്ടായിരുന്നു. കിർഗിസ്ഥാൻ. അപ്പം അങ്ങേരുടെ ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെ ഒരു ട്രാവലോഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരാളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങളൊരു 3-4 ദിവസം ഒന്നിച്ചുണ്ടായിരുന്നു. അങ്ങനെ യാത്ര ചെയ്തു. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പലരും ഈ പരിപാടി സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞ് ഈ എലമാനെ അന്വേഷിച്ച് തന്നെ പലരും പോയി. അവിടെ സഞ്ചാരം കണ്ട പലരും കിർഗിസ്ഥാനിൽ ട്രാവൽ ചെയ്തപ്പോൾ എലമാൻ്റെ അടുത്ത് പോകുന്നു. അപ്പോഴാണ് എലമാന് യൂട്യൂബിൽ ഇത് കാണുന്നുണ്ട്, എലമാൻ്റെ വീഡിയോ വരുന്നുണ്ട്. ആളുകൾ അവിടെ ചെന്ന് എലമാനെ അന്വേഷിക്കുന്നു. അപ്പോൾ എലമാന് മനസ്സിലായി ഇത് ഇവിടെ ഈ നാട്ടിൽ വലിയൊരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്, എലമാനെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അയാൾ ഇടയ്ക്കിടയ്ക്കെല്ലാം എനിക്ക് ഇങ്ങനെ വീഡിയോസ് അയച്ചു തരും. ഇതാ കേരളത്തിൽ നിന്ന് വന്നൊരു ഗ്രൂപ്പിനൊപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് എന്നെ എഴുതുന്നത്. ഇങ്ങനെ ചില ആളുകളുണ്ട്. അതുപോലെ തന്നെ മൊണ്ടിനീഗ്രോ എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ ഒരു കക്ഷിയുണ്ട്. അവിടെ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടാക്സി ഡ്രൈവറാണ്, ലക്കി എന്നാണുള്ള പേര്, ലക്കി ടാക്സി എന്ന് പറഞ്ഞ ടാക്സി. അപ്പം ഞാൻ അബദ്ധത്തിൽ ഇയാളുടെ വെബ്സൈറ്റും ഒക്കെയുള്ള വീഡിയോ ഭാഗം കാർ ഷൂട്ട് ചെയ്യുമ്പോൾ കാറിൻ്റെ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇയാളുടെ ഫോൺ നമ്പരും ഇതൊക്കെ. ഇത് കണ്ട പ്രേക്ഷകർ പലരും അങ്ങേരെ വിളിക്കാൻ തുടങ്ങി. അങ്ങേര് പിന്നെ എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ദിവസം ദയവ് ഇത് നിങ്ങളുടെ പരിപാടി കൊടുക്കണം, ലക്കിക്ക് അവിടെ എമിഗ്രേഷൻ സർവീസ് ഒന്നുമില്ല, ജോലി കിട്ടുമോ, അവിടെ താമസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് മലയാളികൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്കീനെ. ഞങ്ങളങ്ങ് വന്നാൽ ഞങ്ങൾക്കൊരു പണി തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച്. ലക്കി വലിയ പ്രശ്നത്തിലായി. അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിലും എന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോഴും ഒരു കണക്ട് വെച്ചിട്ടുണ്ടല്ലേ സാർ? ലോകത്തെ മുഴുവൻ നമുക്ക് വേണ്ടി കാട്ടിത്തന്ന സന്തോഷ് ജോർജ് കുളങ്ങര സാർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആരാധനയാണ്. എന്നാലും ഒരു കാര്യം ചോദിക്കുന്നു, ഭർത്താവ് എന്ന SGKയെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം എന്താണ്? സാറിനെ ഇപ്പൊ പറഞ്ഞു ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സാധനം അല്ല. ഈ ചില കാര്യങ്ങൾ മുമ്പേ പറഞ്ഞ തന്നെയാണ്. അത് ഹസ്ബൻഡ് എന്ന നിലയിലോ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി എന്ന നിലയിലോ ഒക്കെ എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ പെർഫെക്ഷൻ എന്ന് പറയുന്ന കാര്യം അതില്ലെങ്കിൽ ഞാൻ വഴക്കുണ്ടാക്കും. അത് പണ്ടൊക്കെ കൂടുതൽ വഴക്ക്. ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ചിട്ടം മനസ്സിലായിട്ടുള്ളത് കൊണ്ടും അതെങ്ങനെയാണ് പെർഫെക്റ്റ്ലി ചെയ്യേണ്ടതെന്ന് അറിയാവുന്നത് കൊണ്ട് അതൊന്നും കുഴപ്പമില്ലാതെ പെർഫെക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട്. എന്നാലും ചേച്ചി എപ്പോഴെങ്കിലും സാറിനോട് ചേട്ടാ ഇത് ഇത്തിരി ഇതല്ലേ എന്ന് എപ്പോഴെങ്കിലും ഏത് പോയിന്റിലായിരിക്കും പറയുന്നത്? സാറിൻ്റെ നമ്മൾ പറയും ചിലർക്ക് OCD ഉണ്ടാവും. സാർ ഇപ്പോൾ പറഞ്ഞു കൃത്യമായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് സാറിനുണ്ട്. ഏത് കാര്യത്തിലായിരിക്കും ചേച്ചിയുമായിട്ട് സാർ ഒരു ചെറിയ രീതിയിലെങ്കിൽ അഭിപ്രായ വ്യത്യാസം വരാൻ സാധ്യതയുള്ളൊരു ഏരിയാസ് ഏതൊക്കെയാണ്? ഞാൻ പല കാര്യങ്ങളും വളരെ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു സിസ്റ്റം ആവശ്യമില്ലാത്തൊരു പശ്ചാത്തലമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക്. വീട്ടിലെ കാര്യങ്ങളും കുടുംബത്തിൻ്റെ കാര്യങ്ങളും മാത്രമാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ വൈഫിനെ ഈ ട്രെയിൻഡാക്കി എടുക്കാൻ ബുദ്ധിമുട്ട് ഞാൻ. പക്ഷേ പിന്നീട് ഇപ്പോൾ അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ആ ഒരു ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാവൽ പോകുമ്പോഴും എൻ്റെ ബാഗ് വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഹാൻഡ് ബാഗിൽ ഏത് പേജിൽ ഏത് കള്ളിയിലാണ് എൻ്റെ പാസ്പോർട്ട് കിടക്കേണ്ടതെന്ന് എപ്പോഴും നിശ്ചയമുണ്ട്. അപ്പോൾ പാസ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ ആ കള്ളിയെ തുറക്കൂ. പൈസ അല്ലെ പേഴ്സ് എവിടെയായിരിക്കുന്നതെന്ന് അതിന് കൃത്യമായൊരു കള്ളിയുണ്ട്, അവിടെയേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ക്യാമറ എവിടെയെന്ന് വെച്ചാൽ അതിനൊരു സ്ഥലം, ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരിടത്ത്, അല്ലെ പവർ ബാങ്ക് എവിടെ,
അപ്പം ഞാൻ ഈ സാധനത്തിന് വേണ്ടി ഒരിടത്തും തപ്പേണ്ടി വരില്ല. പക്ഷേ എൻ്റെ വൈഫ് ബാഗ് തുറന്നിട്ട് ഈ ഒരു സാധനത്തിന് വേണ്ടി ആ ബാഗ് മുഴുവൻ തപ്പും. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നു ലോകം തുടങ്ങിയ കാലം തൊട്ടുള്ള പ്രശ്നമാണ്. കാരണം ഞാനും ഹസ്ബൻഡും തമ്മിലുള്ള പ്രശ്നം അതാ. പുള്ളി വെക്കുന്ന പല ടീഷർട്ടുകളും സ്ഥാനം തെറ്റിയായിരിക്കുന്നത് ഞാനെടുത്ത് മാറ്റി വെക്കും സാർ, പുള്ളി ഇതറിയില്ല. ഇതിനു വേണ്ടി ഞങ്ങൾ തമ്മിൽ ഒരു ദിവസത്തെ വഴക്ക് വരെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സോ കൃത്യമായിട്ടൊരു ചെക്ക് ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഭയങ്കര വലിയൊരു മെസ്സേജ് സാർ പറയുമ്പോൾ. ഇനി ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നല്ല, നമ്മുടെ ഒരു സാറിന് വേണ്ടുന്ന ഒരാളുടെ ഒരു വീഡിയോ ബൈറ്റ് നമ്മളൊന്ന് പ്ലേ ചെയ്യാൻ പോണ്. എന്താണ് ചോദിക്കാനുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം സാർ. വീഡിയോ. നമസ്കാരം മിസ്റ്റർ സന്തോഷ്. താങ്കൾ പല മേഖലകളിലും വ്യാപരിക്കുന്ന ആളാണ്. ജീവിതത്തിലെ പല മേഖലകളിലും നേട്ടങ്ങൾ കൊയ്തിട്ടുമുണ്ട്. എങ്കിൽ പോലും സ്വയം ചിന്തിക്കുമ്പോൾ എന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കണക്കാക്കുന്നത്? അതെനിക്കറിയാം, ബൈജു എന്നാരുമായിട്ടുള്ള സൗഹൃദമാണ് എന്നാണ് പറയാൻ പോകുന്നത്, എനിക്കറിയാം. അതങ്ങനെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ നേട്ടമായിട്ട് സ്വയം കാണുന്ന കാര്യം എന്തായിരിക്കും? ഇപ്പോൾ ബൈജു നായരുമായിട്ട് കുറച്ച് അകലം പാലിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വലിയ നേട്ടം. അതെന്താ സാർ, എന്ത് പറ്റി സാർ? അല്ല, ഈ പുള്ളിയായിട്ട് നമ്മൾ ഒരു ഡിസ്റ്റൻസിൽ എപ്പോഴും നിൽക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ്. ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളും ട്രാവലോഗുകാരും എപ്പോഴും കുറച്ചൊരു അകലം പാലിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ അവർ ക്രമേണ ട്രാവലേഴ്സായിട്ട് മാറും. അതുകൊണ്ടൊരു ചെറിയ ഡിസ്റ്റൻസ് ഇട്ട്. എന്നാലും സാറ് പറഞ്ഞു അധികം സുഹൃത്ത് വലയമുള്ള ഒരാളാണ് സാർ എന്ന് എനിക്ക് അറിയില്ല. വലിയ ദൃഢമായിട്ടുള്ള സുഹൃത്ത് വലയം ഇല്ല സാർ. പറഞ്ഞ ഞാൻ ഇവരൊക്കെ സുഹൃത്തുക്കളാണെങ്കിലും വർഷത്തിൽ ഒന്നോ മറ്റോ കാണുന്ന സുഹൃത്തുക്കളാണ് അവരൊക്കെ. സാറിന് എന്താണ് ഞങ്ങളുടെ യൂത്തിനോട് പറയാനുള്ള? ഒരു വലിയ സുഹൃത്ത് വലയം വേണമോ, അതോ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഷെല്ലിൽ കഴിയുന്നതാണോ? എന്താണ് സാറിന് ഇത്രയും ഒരു പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മുടെ കുട്ടികളോട് ഷെയർ ചെയ്യാനുള്ളത് ഈ ഒരു ടോപ്പിക്? അതൊക്കെ പേഴ്സണലാണ്, വ്യക്തിപരമായ കാര്യമാണ്. എനിക്ക് എൻ്റെ ഒരു ലോകത്ത് എൻ്റെ ചിന്തകളുടെ എൻ്റെ അടുത്ത ലക്ഷ്യങ്ങളാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ട് ഇത്ര കോടി രൂപ ഉണ്ടാക്കണമെന്നുള്ള ലക്ഷ്യമല്ല. ഞാൻ ഈ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തന മേഖലയിൽ ഞാൻ കൊണ്ടുവരേണ്ട പുതിയ മാറ്റങ്ങൾ എന്തൊക്കെ, ടെലിവിഷൻ ചാനൽ, അല്ലെങ്കിൽ പബ്ലിഷിങ്, അല്ലെങ്കിൽ ട്രാവൽ കമ്പനി, ഇങ്ങനെ പല മേഖലകളിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ പുതിയ അടുത്ത വേർഷൻ എന്താണ്. ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ട്രാവൽ ലോകത്തെല്ലാവരും നടത്തുന്നുണ്ട്, ഇഷ്ടംപോലെ ടൂർ കമ്പനികളുണ്ട്. പക്ഷേ ഇപ്പോഴും എങ്ങനെയാണ് അതിസാധാരണക്കാരായ ഒരു മാസം തോറും ഒരു നിശ്ചിത ശമ്പളം മാത്രം വാങ്ങി ജീവിക്കുന്ന ഒരാൾക്ക് ലോകം കാണാൻ പറ്റുക? അതിനെങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ളൊരു സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഇന്നവേറ്റീവ് കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ചത്. ഇപ്പോൾ നേരത്തെ ഒരു പരസ്യമില്ലാതെ എങ്ങനെ ചാനൽ നടത്താം, അതിനുള്ള സൊല്യൂഷൻ എങ്ങനെയാണെന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. അത് ഞാൻ വിജയിപ്പിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ലോകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുന്നത് തെറ്റല്ല. അതിനിടയ്ക്ക് എനിക്കിപ്പോൾ മരങ്ങാട്ടുള്ളി പോലുള്ള എൻ്റെ ഗ്രാമത്തിൽ നിന്ന് സുഹൃത്തുക്കളെ കാണാനും കമ്പനി കൂടാനും വേണ്ടി 1.5 മണിക്കൂർ യാത്ര ചെയ്ത് എറണാകുളത്ത് വരാൻ സമയമില്ല. തിരിച്ച് വീണ്ടും 1.5 മണിക്കൂർ ഞാൻ യാത്ര ചെയ്യണം. അപ്പോൾ എനിക്ക് എൻ്റെ ലോകത്ത്, എൻ്റെ സ്ഥാപനത്തിൽ, എൻ്റെ വർക്ക് പ്ലേസിൽ ഇരുന്ന് അത്തരം കാര്യങ്ങൾ ചിന്തിക്കുകയും, അത് എൻ്റെ വീട്ടിലും എൻ്റെ ഓഫീസും ഒക്കെ അടുത്തടുത്ത് തന്നെയാണ്. അപ്പം വീട്ടുകാർക്കും ക്വാളിറ്റി ടൈമുണ്ട്. അതേ എനിക്ക് ആവശ്യമുള്ളൂ. പിന്നെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൈജുവിനെയൊക്കെ പോലുള്ള സുഹൃത്തുക്കളുണ്ട്. എന്തെങ്കിലും ഒരു പ്രത്യേക വിശേഷം വരുമ്പോൾ ഞങ്ങൾ വിളിക്കും, ഫോണിൽ സംസാരിക്കും. അപൂർവമായിട്ട് വർഷത്തിൽ 1 or 2 ഒക്കെ ചിലപ്പോഴായിരിക്കും കണ്ടുമുട്ടുന്നത്. അതാണ് എൻ്റെ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ ദിവസവും വൈകുന്നേരം കാണുക, കെട്ടിപ്പിടിക്കുക, കഥ പറയുക, ഭക്ഷണം കഴിക്കുക, കള്ളു കുടിക്കുക, ഇതൊന്നും എൻ്റെ സൗഹൃദങ്ങളുടെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതല്ല. പക്ഷെ എനിക്കൊന്നും ബൈജുവേട്ടൻ ഒന്നും അതിന് പരാതിയില്ല അല്ലേ സാർ? എന്തിനാ പരാതിപ്പെടുന്നത്? എനിക്ക് പരാതിയില്ല, പിന്നെ എന്തിനാ പുള്ളിക്ക് പരാതി? എന്നാലും സാർ പറഞ്ഞു ഇത് പരാതി എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു തെറ്റല്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്ത് വൃത്തിയായിട്ട് സ്വസ്ഥമായിട്ട് കുടുംബം നോക്കി ജീവിക്കുന്നത് എന്താ പരാതിപ്പെടേണ്ട കാര്യം? കമ്പനി കൂടണം എന്നുള്ളൊരു നിയമം ലോകത്തൊന്നും ഇല്ല. എന്നാലും സാർ നമുക്കിപ്പം ഏറ്റവും വലിയ ചാലഞ്ചസ് യാത്രകളിലാണ് വരുന്നത്. സാർ പറഞ്ഞു നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പലതും ചിലപ്പോൾ ഔട്ട്പുട്ട് കിട്ടാതെ വരുന്നു, നമ്പർ ഓഫ് എപ്പിസോഡ്സ് കവർ ചെയ്യാൻ പറ്റാതെ വരുന്നു. ഇത്രയും ദുർഘടം പിടിച്ചൊരു സാഹചര്യം വരുമ്പോൾ സാർ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യാറുള്ളത്. സ്വയമായിട്ട് സാർ എപ്പോഴും പറയാറ് ആ ഒരു മന്ത്ര, ഒരു കോട്ട് എന്തായിരിക്കും സാർ? പലതും സാർ വിചാരിക്കുന്ന പോലെ ആ ഒരു പേസിൽ കിട്ടാതെ വരുന്ന ഒരു മൊമെന്റിൽ ട്രൈ ചെയ്യുക, വീണ്ടും വീണ്ടും ശ്രമിക്കുക എന്നുള്ളതേ. ഇപ്പോൾ നമ്മളിങ്ങനെ അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് കിട്ടുക തന്നെ ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ചില യാത്രകളിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടാതെ വരുന്നത് കാലാവസ്ഥ പ്രശ്നമായിരിക്കും. ചിലപ്പോൾ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് അടഞ്ഞ മഴയാണ്, നമുക്ക് പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഒരു കടയുടെ തിണ്ണയിൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് കയറി കുത്തിയിരിക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇരിക്കേണ്ടി വരും. ആ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 എപ്പിസോഡ് ഉണ്ടാക്കാം. അവിടെയാണ് നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്ന കാര്യം. കണ്ണ് തുറന്ന് കാണുക. ആ റെയിൽവേ സ്റ്റേഷനിൽ വ്യത്യസ്തമായ ചില ജീവിതങ്ങളുണ്ടാവും.
നമുക്ക് ചിലപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ മുറിയിലേക്ക് കയറി ചെല്ലാൻ പറ്റും. ആ റെയിൽവേ സിസ്റ്റം എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടുത്തെ സ്ഥിരവാസികളായ കുറേ പോർട്ടർമാർ അല്ലെങ്കിൽ അവിടുത്തെ ജീവിതങ്ങളെക്കുറിച്ച് നമുക്ക് കഥയുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഉള്ളിലിരുന്ന് ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവിടെ ഇരുന്ന് നമ്മൾ ചിന്തിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സുഹൃത്തുക്കളുടെ ഒരു സംഘവുമായിട്ടാണ് പോകുന്നെങ്കിൽ മഴയാണ്, നമുക്കൊന്ന് റെസ്റ്റോറൻറ്റ് കയറിയിരിക്കാമെന്ന് പറയും. അതല്ല, നമ്മൾ തനിച്ചു പോവുകയും നമ്മൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മഴയാണ്, എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് എനിക്ക് 2 എപ്പിസോഡ് ഉണ്ടാക്കണം. എന്താണ് ഇവിടെ ഒരു കഥ കിട്ടുക? എന്താണ് നമുക്ക്? അങ്ങനെയാണ് സഞ്ചാരത്തിലെ പല കഥകളും ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ചരിത്രം, ആ കഥ, അവിടെ ഉണ്ടായ ഒരു സംഭവം നമ്മൾ അപ്പം തന്നെ ഗൂഗിൾ എടുക്കും, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഹിസ്റ്ററി എടുക്കും. അപ്പോൾ അവിടെ ഉണ്ടാവും, ഇവിടെ വെച്ച് പണ്ട് ഒരു ഹിറ്റ്ലർ ഇവിടെ വന്നിറങ്ങി, അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഹിറ്റ്ലറെ വധിക്കാനൊരു ശ്രമം നടന്നു എന്നുള്ളൊരു സാധനം അപ്പോഴായിരിക്കും അവിടെ വെച്ച് കിട്ടുന്നത്. അപ്പോൾ അത് എവിടെയാണെന്ന് ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ നോക്കും. നമ്മൾ അവിടേക്ക് ക്യാമറയായിട്ട് പോകും. പിന്നെ ആ കഥ പറയാൻ വേണ്ട വിഷ്വൽസ് എല്ലാം എടുക്കും. അപ്പോൾ എനിക്കറിയാം ഒരു എപ്പിസോഡ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലാതെ ഇതൊന്നും നമ്മളെ തടസ്സങ്ങളില്ലാതെയല്ല ലോകത്തൊന്നും സംഭവിക്കുന്നത്. ലോകത്ത് നടത്തിയ എല്ലാ ശ്രമങ്ങൾക്കും തടസ്സം ഉണ്ടായിട്ടുണ്ട്. ആ തടസ്സം വരുന്നിടത്ത് വെച്ച് പണി നിർത്തിപ്പോകുന്നവനെ ഒന്നും ചരിത്രം ഓർക്കാറില്ല. ആ തടസ്സത്തെ അതിജീവിച്ചൊരു സൊല്യൂഷൻ കണ്ടെത്തി മുമ്പോട്ട് പോയവരൊക്കെയാണ് ഓർക്കുക ആളുകൾ. എങ്കിൽ മാത്രമാണ് സഫാരി പോലെ, സഞ്ചാരം പോലെ പരിപാടി തുടരുകയുള്ളൂ. അല്ലെങ്കിൽ പണ്ടേ ഇത് നിന്ന് പോകുമായിരുന്നല്ലോ. കറക്റ്റ്.